വെറും ഒരു 500 ദിർഹം കൊടുക്കാത്തതിന്റെ പേരിൽ ആ കച്ചവടക്കാരനെ തല വെട്ടുകയും അദ്ദേഹത്തിന്റെ കൈവിരൽ മുറിച്ച് മാലയാക്കി ശരീരത്തിട്ട് ആ രക്തം അദ്ദേഹത്തിന്റെ രോമത്തിന്റെ ഇടയിൽ കൂടെ ഊർന്നിറങ്ങുന്ന ഒരു കാഴ്ച. ഇത്രയും വലിയ കൊലപാതകം ചെയ്ത ഒരാളുണ്ട്. അതാരാണെന്ന് അറിയും? ഗർജിക്കുന്ന സിംഹം എന്നൊക്കെ പറഞ്ഞ് ഇസ്ലാം ചരിത്രത്തിൽ എല്ലാവർക്കും വിറപ്പിക്കുന്ന, എല്ലാവർക്കും പേടിയുള്ള ഒരു ഖലീഫയായിരുന്നു മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. നമുക്കറിയാം ആ ചരിത്രം എന്താണെന്നൊക്കെ നമുക്ക് വിശദീകരിക്കാം. നേരം പുലർന്നപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ഒരു കടയിലേക്ക് ചെല്ലുകയുണ്ടായി. ആ കടയിൽ ചെന്നപ്പം അവിടെ നിന്ന് അദ്ദേഹം എല്ലാ സാധനങ്ങളും എടുത്തു വെക്കുന്ന ഒരു നേരമായിരുന്നു. എന്നാൽ ഉമർ റളിയല്ലാഹു അൻഹു ഒരു ആവശ്യത്തിനായിരുന്നു പോയിരുന്നത്. 500 ദിർഹം എനിക്ക് തരണമെന്ന്. ഇത് കേട്ടതും അദ്ദേഹം തിരികെ പറഞ്ഞു, ഞാൻ തരാം, പക്ഷെ കുറച്ച് കഴിഞ്ഞ് കടയൊക്കെ തുറന്ന് കച്ചവടം തുടങ്ങിയിട്ട് തരാമെന്ന് വാഗ്ദാനം ചെയ്തു. ഇത് കേട്ടതോടെ ദേഷ്യം വരികയും അദ്ദേഹത്തിന്റെ തല വെട്ടുകയും അദ്ദേഹത്തിന്റെ വിരൽ മുറിച്ച് മാലയാക്കി തന്റെ ശരീരത്തിൽ തന്നെ ഇടുകയും ചെയ്തു. ആ രക്തം ഊർന്നിറങ്ങുന്ന ആ രോമത്തിന്റെ ഇടയിൽ കൂടിയായിരുന്നു. എന്നാൽ ഇവിടം കൊണ്ട് അവസാനിച്ചില്ല. അടുത്ത കടയിലേക്ക് ചെല്ലുകയും അദ്ദേഹത്തിന്റെ അടുത്ത് 500 ദിർഹം ചോദിക്കുകയും ചെയ്തു. വേവലാതിപ്പെട്ട് ഇങ്ങനൊരു മരണം നേരിട്ട് കണ്ടുകൊണ്ട് അദ്ദേഹത്തിന് വേറൊരു വഴിയുമില്ല. സ്വന്തം കുടുംബം വിറ്റാണെങ്കിലും അദ്ദേഹത്തിന്റെ കയ്യിലുള്ള എല്ലാം കൊടുക്കും. അങ്ങനത്തെ ഒരു രൂപത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ സാഹചര്യം. എന്നാൽ ഇദ്ദേഹം ആ ഉമർ റളിയല്ലാഹു അൻഹുവിന് 500 ദിർഹം കൊടുക്കുകയുണ്ടായി. എന്നാൽ നമ്മൾ കേട്ടിട്ടുണ്ട്, കണ്ണിൽ ഒരിക്കലും ചോരയില്ലാത്ത, വാളൂരിയാൽ രക്തം പറ്റാതെ തിരിച്ചു വെക്കാത്ത, ശൈത്താന് ഭയമുള്ള ഒരാളായിരുന്നു ഇസ്ലാമിക ചരിത്രത്തിൽ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഇത് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും, ഉമർ റളിയല്ലാഹു അൻഹു ഇത്രയും ക്രൂര മനസ്സായ ഒരു ഉടമയാണോ? എന്നാൽ മറുഭാഗത്ത് ഒരു ഉമർ റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു. എത്രത്തോളം എളിമത്തം കാണിക്കാൻ പറ്റുമോ അത്രയും എളിമത്തം കാണിച്ച ഉമർ റളിയല്ലാഹു അൻഹുവിനെ നമുക്കൊന്ന് കാണാം. എല്ലാ സുബഹി നമസ്കാരത്തിന് ശേഷവും എളുപ്പം ഇറങ്ങിപ്പോണ ഉമർ റളിയല്ലാഹു അൻഹുവിനെ കണ്ട് ഒരു സംശയം തോന്നി. മഹാനായ തൽഹാ റളിയല്ലാഹു അൻഹു പിറകെ പോകാൻ തീരുമാനമെടുത്തു. അങ്ങനെ ഒരു ദിവസം സുബഹിക്ക് ശേഷം ഉമർ റളിയല്ലാഹു അൻഹു പോകുന്ന പിറകെ തന്നെ തൽഹാ റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹുവിനെ പിന്തുടരാൻ തുടങ്ങി. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കെ ഒരു വീട്ടിലേക്ക് കയറി. ഒരു അപരിചിതമായ ഒരു വീട്, ആരുമില്ലാത്തൊരു വീട്ടിലേക്ക് ഉമർ റളിയല്ലാഹു അൻഹു കയറുന്നതായിട്ട് കണ്ടു. ഒരുപാട് നേരം അവിടെ കാത്തിരുന്ന് തൽഹാ റളിയല്ലാഹു അൻഹു നോക്കിയത് ഒരുപാട് നേരം വീട്ടിലിരിക്കുകയും അവിടെ നിന്നും ഇറങ്ങിപ്പോന്ന ഉമർ റളിയല്ലാഹു അൻഹുവിനെ കണ്ടു. വീട്ടിൽ എന്താണ് എന്നറിയണമെന്ന് വിചാരിച്ച് ആ തൽഹാ റളിയല്ലാഹു അൻഹു ആ വീട്ടിലേക്ക് ചെല്ലുകയുണ്ടായി. ചെന്നപ്പോൾ ഒരു കസേരയിൽ ഒരു ഉമ്മ അവിടെ ഇരിക്കുന്നു. ആ ഉമ്മാക്ക് തീരെയും വയ്യ. അവർക്ക് ആകെ സംസാരിക്കാൻ മാത്രമേ ശേഷിയുള്ളൂ. അവർക്ക് കാലും കൈകളൊന്നും അനക്കാൻ പറ്റില്ല, ഭക്ഷണം കഴിക്കാൻ പറ്റില്ല, കുളിക്കാൻ പറ്റില്ല. യാതൊരുവിധ പ്രവൃത്തി ഒരു മനുഷ്യന് ചെയ്യാൻ പറ്റുമോ അതൊന്നും അവർക്ക് ചെയ്യാൻ പറ്റാത്തൊരു സ്ത്രീ അവിടെ ഇരിക്കുകയുണ്ടായി. അപ്പൊ പോയി ചോദിച്ചു, എന്താണ് നിങ്ങൾക്ക് വിഷയം, എന്താണ് കാര്യങ്ങളൊക്കെ പറയാൻ? ഇവിടെ എല്ലാം ദിവസവും പുലർച്ചെ സുബഹിക്ക് ശേഷം ഒരു മനുഷ്യൻ വരും. ഒരു നല്ലൊരു മോനാണ്. എനിക്ക് വന്ന് എന്നെ കുളിപ്പിക്കുകയും എന്റെ വസ്ത്രമെല്ലാം അലക്കുകയും എനിക്ക് ഭക്ഷണം വായിൽ ഉരുട്ടി വെച്ച് തരുകയും എന്റെ വിസർജനങ്ങളെല്ലാം നോക്കി അത് വൃത്തിയാക്കി എന്നെ നേരെ കുളിപ്പിച്ചിരുത്തുന്നയും ഒരാളുണ്ട്. പക്ഷെ അദ്ദേഹം ആരാണ് എന്ന് ഞാൻ കണ്ടിട്ടില്ല. അത് എവിടുത്തെ ആളാണെന്നും എനിക്കറിയുകയില്ല. ഇത് കേട്ടതോടുകൂടി തൽഹാ റളിയല്ലാഹു അൻഹു അമ്പരന്ന് പോയതിനു ശേഷം അവരോട് പറഞ്ഞു, നിങ്ങൾക്കറിയാമോ ആ മനുഷ്യൻ ആരാണ് എന്ന്? ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, എനിക്ക് കാഴ്ചയില്ല, പിന്നെ ഞാൻ എങ്ങനെ കാണും? അത് ആരാണ്, എനിക്കൊന്ന് പറഞ്ഞു തരാമോ എന്ന് ചോദിച്ചു. അപ്പോൾ തൽഹാ റളിയല്ലാഹു അൻഹു അവിടെ നിന്ന് പറഞ്ഞു, റോമൻ സാമ്രാജ്യവും പേർഷ്യൻ സാമ്രാജ്യവും മുഴുവനും അടക്കി ഭരിക്കുന്ന ഏറ്റവും വലിയ അമീറുൽ മുഅ്മിനീനായ മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, ആരാരും വിറയ്ക്കുന്ന, രോമാഞ്ചപ്പെടുത്തുന്ന ആ ഒരു മനുഷ്യനാണ് ഈ വീട്ടിൽ വന്ന് നിങ്ങൾക്ക് ഭക്ഷണം ഉരുട്ടി വായിൽ വെച്ച് തരുകയും നിങ്ങൾ ഓരോ വസ്ത്രങ്ങൾ അലക്കി തരുന്നതും ആ മനുഷ്യനാണ് എന്ന് പറഞ്ഞു. ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ ഉമർ റളിയല്ലാഹു അൻഹുവിന് 2 ഭാഗങ്ങൾ ഉണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ നമ്മൾ വിചാരിക്കും കണ്ണിൽ ചോരയില്ല എന്ന്.
ഇല്ലാത്തൊരു നേരമുണ്ടായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വധിക്കാൻ വന്ന ഉമർ റളിയല്ലാഹു അൻഹു ഇസ്ലാം മതം സ്വീകരിച്ചതിന് ശേഷം ചരിത്രമാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വധിക്കാൻ വന്ന ഉമർ റളിയല്ലാഹു അൻഹു ഖുർആൻ ഓതുകയും അതിൽ നിന്നും ഇസ്ലാം മതം സ്വീകരിക്കുകയും ഏറ്റവും വലിയ അമീറുൽ മുഅ്മിനീനായ ഒരു ഖലീഫ തന്നെയായി മാറിയ ആ ഉമർ റളിയല്ലാഹു അൻഹുവിൽ നമുക്ക് ഒരുപാട് പാഠമുണ്ട്. നിസ്സാരമല്ല. നമ്മൾ വിചാരിക്കും നമ്മളെ ഖുർആൻ എന്നുള്ളത് നമ്മൾ നിസ്സാരമാക്കി കളയുകയാണ്. ആ ഖുർആന് നമ്മൾ ചേർത്ത് പിടിച്ചാൽ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഓരോ വാക്കുകളും നമ്മൾ ചേർത്ത് പിടിച്ചാൽ നമുക്ക് ഒരുപാട് ഉയരങ്ങളിൽ എത്താൻ സാധിക്കും. ആരാരെയും നമുക്ക് ജീവിതത്തിൽ ഒന്നും പറയാൻ കഴിയില്ല. കാരണം ഒരാള് നശിച്ചു നടക്കുന്നു, അപ്പൊ നമ്മൾ പറയുന്ന ഒരു കാര്യമാണ്, അദ്ദേഹം നശിച്ചു നടക്ക, അവൻ സ്വർഗത്തിൽ പോകത്തില്ല, അവൻ അല്ലാഹ് ഇല്ല, അടിയാനില്ല, പിന്നെ അവൻ എങ്ങനെ സ്വർഗത്തിൽ കടക്കുമെന്ന് നമ്മൾ ചോദിക്കാറുണ്ട്. എന്നാൽ അവന്റെ അവസാന നിമിഷം അവൻ മനസ്സിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയാൽ അവന്റെ എല്ലാ പാപങ്ങളും നമ്മളിലേക്കാണ് വന്നു ചേരുന്നത്. അതുകൊണ്ട് ആ ഖുർആൻ നമ്മളെ ഹൃദയത്തിലേക്ക് ചേർത്ത് വെക്കുകയും ചരിത്രം നമുക്ക് മനസ്സിലാക്കി പഠിക്കുവാനും അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതുപോലുള്ള ഓരോ ചരിത്രങ്ങളുമായി ഇൻഷാ അല്ലാഹ് ഞങ്ങൾ ഇനിയും വരാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.